بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻനിർത്തിയുള്ള ചോദ്യം, ആ ചോദ്യം റദ്ദ് ചെയ്യുന്നതിന്റെ ഹുക്കം എന്താണ്? തള്ളിക്കളയുന്നതിന്റെ ഹുക്കം എന്താണ്? അതിന്റെ അസ്ല് ഹറാമാണ്, തള്ളിക്കളയൽ ഹറാമാണ്. അതെപ്പോഴാണ് കുഫറായി തീരുക? അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് ചോദിച്ച കാര്യത്തിൽ ഇസ്തിഗ്ഫാഫ്, അതായത് അതിനെ നീരസപ്പെടുത്തി അല്ലെങ്കിൽ കൊച്ചാക്കിക്കൊണ്ട് ആണ് അയാളത് തള്ളുന്നതെങ്കിൽ അത് കുഫറായി തീരും. സുആലിന്റെ അസ്ൽ എന്താണ്? ചോദ്യത്തിന്റെ അസ്ല്, ഒരാളൊരു സമ്പത്ത് ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ ചോദിക്കുന്ന അസ്ൽ എന്താണ്? മക്രൂഹാണ് അല്ലെങ്കിൽ ഹറാമാണ്. അസ്ല് മക്രൂഹാണ് അല്ലെങ്കിൽ ഹറാമാണ്. സമ്പത്ത് ചോദിക്കുന്നതിന്റെ അസ്ല് അത് ഹറാമാണ്, പ്രത്യേകിച്ച് ദറൂറത്തില്ലെങ്കിൽ. ഇപ്പൊ ശരീരം കൊണ്ടുള്ള സഹായം ചോദിക്കുക, അത് മക്രൂഹാണ്, ഇല്ല ഇദാ ദാത്തിൽ ഹാജ, അതിനും ഹാജത്തില്ല എങ്കിൽ. അള്ളാഹുവിന്റെ ശറഅ് കൊണ്ട് ചോദിക്കുന്നതിന്റെ ഹുക്കം എന്താണ്? അതായത് ശറഅ് അനുവദിച്ച കാര്യങ്ങൾ മറ്റൊരാളോട് ചോദിക്കുന്നതിന് ഹുക്കം അത് ജായിസാണ്. ഇൽമിന്റെ മസല ചോദിക്കൽ, അതുപോലെ തന്നെ ഒരു ഫഖീർ സദഖ ചോദിക്കൽ, സക്കാത്ത് ചോദിക്കൽ, അത് ജായിസാണ്. ഇനി അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നത് ചോദ്യത്തിൽ ഇസ്മുണ്ടെങ്കിൽ അതിന് ഉത്തരം നൽകൽ എന്തായിത്തീരും? ഉത്തരം നൽകൽ ഹറാമായിത്തീരും. ഇപ്പോൾ ഒരു വ്യക്തി അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് അയാൾ മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ ചോദിക്കുകയാണ്, ആ സമയത്ത് ആ ചോദ്യത്തിന് ഉത്തരം നൽകി കഴിഞ്ഞാൽ അത് ഹറാമാണ്. വമൻ ദഅാകും ഫഅജീബു, ക്ഷണത്തിന് ഉത്തരം നൽകുക, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതിന് 6 ശുറൂത്തുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണത്? ഹജർ ചെയ്യൽ വാജിബായിട്ടുള്ള വ്യക്തിയായിരിക്കരുത് ക്ഷണിക്കുന്നവൻ. രണ്ടാമത്തത്, ക്ഷണിക്കപ്പെടുന്ന സ്ഥലത്ത് തിന്മ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തത്, ഇനി തിന്മ ഉണ്ട്, ആ തിന്മ നിനക്ക് നീക്കം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ ഹാജരാകൽ നിന്റെ മേലെ 2 കാര്യങ്ങളെ കൊണ്ട് വാജിബായി തീരും. ഏതൊക്കെയാണത്? ഒന്ന് ഇജാബത്തു ദഅവ, അത് ആ ക്ഷണത്തിന് ഉത്തരം നൽകുക എന്നുള്ള വാജിബായ കാര്യം. രണ്ടാമത്തത്, ആ മുൻകറിനെ ഇല്ലാതാക്കുക, മൻ റഅ മിൻകും മുൻകറൻ ഫലയുഗയ്യിർഹു ബിയദിഹി, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. മൂന്നാമത്തെ ഷർത്ത്, ക്ഷണിക്കുന്നവൻ മുസ്ലിം ആയിരിക്കുക. ക്ഷണിക്കുന്നവൻ മുസ്ലിം ആണെങ്കിൽ ആണ് അതിന്റെ വാജിബായിട്ടുള്ള ഹുക്കം വരുന്നത്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. നാലാമത്തത്, അവന്റെ സമ്പാദ്യം ഹറാമല്ലാതിരിക്കുക, ഹറാമായ സമ്പാദ്യം കൊണ്ടല്ലാതിരിക്കുക. അതിനുള്ള 2 അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു. അഞ്ചാമത്തത്, വാജിബായിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് നഷ്ടപ്പെടാതിരിക്കുക. അപ്പൊ ആ ദഅവത്തിന് അല്ലെങ്കിൽ ആ ക്ഷണത്തിന് ഉത്തരം നൽകുന്നതിനേക്കാളും നിന്റെ മേലെ വാജിബായ മറ്റു കാര്യങ്ങൾ ആ ക്ഷണം സ്വീകരിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെടാതിരിക്കുക. ആറാമത്തത്, ക്ഷണിക്കപ്പെടുന്ന ആളുടെ മേലെ ആ ക്ഷണം സ്വീകരിച്ചാൽ ദററില്ലാതിരിക്കുക, ഉപദ്രവമില്ലാതിരിക്കുക. അതുപോലെ ആ ക്ഷണം സ്വീകരിക്കുന്നതിന് ഉത്തരം നൽകുന്നതിന് യാത്ര ആവശ്യമായി വരിക, അല്ലെങ്കിൽ തന്റെ ആവശ്യക്കാരായിട്ടുള്ള കുടുംബത്തെ വിട്ടുപിരിയേണ്ടി വരിക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. قال رحمه الله باب لا يسأل بوجه الله إلا الجنة لا يسأل بوجه الله
ഇല്ലൽ ജന്ന, അള്ളാഹുവിന്റെ വജ്ഹ് കൊണ്ട് സ്വർഗമല്ലാതെ ചോദിക്കപ്പെടരുത്. ലാ യസ്അലു ബിവജ്ഹില്ലാ ഇല്ലൽ ജന്ന, അള്ളാഹുവിന്റെ വജ്ഹ് കൊണ്ട്, അള്ളാഹുവിന്റെ മുഖം കൊണ്ട് സ്വർഗമല്ലാതെ ചോദിക്കപ്പെടരുത്. ഖാല അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ അദ്ദേഹത്തിന്റെ കുനിയത്ത് എന്താണ്? അബൂ അബ്ദില്ലാ അൽ അൻസാരി അൽ ഖസ്റജി, അൽ അൻസാരി അൽ ഖസ്റജി. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുള്ള, ജാബിർ ഇബ്നു അബ്ദില്ല, അദ്ദേഹത്തിന്റെ പിതാവും സഹാബിയാണ്. عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يسأل بوجه الله إلا الجنة رواه أبو داود. അല്ലാഹു തആലയുടെ വജ്ഹ് കൊണ്ട് സ്വർഗമല്ലാതെ ചോദിക്കപ്പെടരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖം എന്ന് പറയുന്ന ആ സിഫത്ത്, അത് ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. വഹുവ സാബിത്തുൻ ബിൽ ഖുർആനി വസ്സുന്ന വഇജ്മാഇ സലഫ്. ഫൽഖുർആൻ ഫീ ഖൗലിഹി തആല കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹ, കുല്ലു ഷൈഇൻ ഹാലികുൻ, എല്ലാം നശിക്കുന്നതാണ്, ഇല്ലാ വജ്ഹഹു, അവന്റെ മുഖമല്ലാതെ, അവന്റെ മുഖമൊഴിച്ച്, അല്ലാഹുവിന്റെ മുഖമൊഴിച്ച് എല്ലാം നശിക്കുന്നതാണ്. وقوله تعالى والذين صبروا ابتغاء وجه ربهم، والذين صبروا ابتغاء وجه ربهم, അവരുടെ റബ്ബിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട്, ഉദ്ദേശിച്ചുകൊണ്ട് സബ്ർ ചെയ്തവർ. അതുപോലെയുള്ള ആയത്തുകൾ അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറയുന്ന സിഫത്തിനെ സ്ഥിരപ്പെടുത്തുന്ന ആയത്തുകളാണ്, ഒരുപാടുണ്ട്. അതേപോലെ തന്നെ അഊദു ബിവജ്ഹിക, ഹദീസിൽ വന്നതുപോലെ നിന്റെ വജ്ഹ് കൊണ്ട് ഞാൻ അഭയം തേടുന്നു, അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ട ഒരു സിഫത്താണ്. قال رسول الله صلى الله عليه وسلم لا يسأل بوجه الله إلا الجنة, അള്ളാഹുവിന്റെ വജ്ഹ് കൊണ്ട് സ്വർഗമല്ലാതെ ചോദിക്കപ്പെടരുത്. ഹാദാ ഹദീസുൻ ദഈഫ് ഫീഹി സുലൈമാൻ ദിൽ ഖർൻ അൽ ബസ്രി വഹുവ ദഈഫ്. ഈ ഹദീസ് ദഈഫാണ്. സുലൈമാൻ ദിൽ ഖർൻ അൽ ബസ്രി എന്ന് പറയുന്ന റാവി, അദ്ദേഹം ദഈഫാണ്, ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാർ. ഖാല മുനാസബത്തു ഹാദൽ ബാബ് ഫീ കിതാബി തൗഹീദ്, കിതാബ് തൗഹീദിൽ ഈ ബാബിന്റെ യോഗ്യത എന്താണ്, അനുയോജ്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഖാല അഹ്ലുൽ ഇൽമി അൻ നജ്ദി റഹ്മഹുല്ലാഹ് ظن صحة هذا الحديث فذكر هذا وجهه على صحته. ഈ ഹദീസ് സഹീഹാണെന്ന ധാരണയിലാണ് ഇമാം അൻ-നജ്ദി റഹ്മഹുല്ലാഹ് ഈ ഹദീസ് ഇവിടെ ബാബായി കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അന്നഹു ലാ യുസൽ ബിവജ്ഹില്ലാ ഇല്ലൽ ജന്ന വഹുവ സുആലുൻ ബിസിഫത്തിൻ മിൻ സിഫാതി. അല്ലാഹുവിന്റെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്തിനെ കൊണ്ടുള്ള ചോദ്യം, അല്ലാഹുവിന്റെ വജ്ഹിനെ കൊണ്ട് ചോദിക്കുക, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിനെ കൊണ്ട് ചോദിക്കുക, അല്ലാഹുവിന്റെ സിഫത്തിൽപ്പെട്ട സിഫത്തിനെ കൊണ്ടുള്ള ചോദ്യമാണ്. ഫലാ യുസലു ബിവജ്ഹില്ലാ ഇല്ലാ റഹ്മതഹ ഐ വഹിയൽ ജന്ന. അല്ലാഹുവിന്റെ വജ്ഹ് കൊണ്ട് സ്വർഗമല്ലാത്ത മറ്റെന്തെങ്കിലും ചോദിക്കാൻ പാടുണ്ടോ? ഈ ഹദീസ് ദഈഫാണ്, എന്നാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് കൊണ്ട് സ്വർഗമല്ലാത്ത ചോദിക്കാൻ പാടുണ്ടോ? യജൂസാണോ? ഖാല നഅം യജൂസ്, അത് അനുവദനീയമാണ്. والدليل أن النبي صلى الله عليه وسلم فيما جاء عن عبد الله بن عمرو رضي الله عنهما كان إذا دخل المسجد, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രകാരം പറയുമായിരുന്നു, അഊദു ബില്ലാഹിൽ അദീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം. കാന ഇദാ ദഖലൽ മസ്ജിദ് ഖാല അഊദു ബില്ലാഹിൽ അദീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വജ്ഹ് കൊണ്ട് ഇസ്തിആദ തേടി, അല്ലാഹുവിൽ നിന്ന് അഭയം തേടി. അപ്പോൾ സ്വർഗമല്ലാത്തത് ചോദിക്കാൻ ജായിസാണ്. فهذا يدل على أنه يجوز. فهذا الحديث ضعيف
فيجوز أن تقول اللهم إني أسألك بوجهك الكريم العظيم أن تغفر لي. അല്ലാഹു തആലയോട് അല്ലാഹുവിൻ്റെ വജ്ഹ് കൊണ്ട് സ്വർഗമല്ലാത്തത് ചോദിക്കാം. ഏതുപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിവജ്ഹിക അൻ തഗ്ഫിറ ലി, നിന്റെ വജ്ഹ് കൊണ്ട് ഞാൻ അല്ലാഹു നിന്നോട് ചോദിക്കുന്നു എനിക്ക് പുറത്തു തരാൻ. ആ നിലക്ക് അല്ലാഹു തആലയോട് അല്ലാഹുവിൻ്റെ മുഖം കൊണ്ട് വജ്ഹ് കൊണ്ട് ചോദിക്കാം. ഈ ഹദീസ് ദഈഫാണ്. قال رحمه الله باب ما جاء في لو باب ما جاء في اللو لو ലോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അങ്ങനെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. ലോ അന്നി ഫഅൽതു കദാ വകദാ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ബാബ്. ലോ എന്നുള്ളത് അറബി ഭാഷയിൽ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് ശറഇനോട് എതിർത്ത് നിൽക്കുന്ന രൂപത്തിൽ, അള്ളാഹുവിൻ്റെ ശരീഅത്തിനോട് എതിർത്ത് നിൽക്കുന്ന രൂപത്തിൽ ലോ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കലും ഹറാമാണ്. ഖാല അല്ലാഹു തആല ലൗ അതഊന മാ ഖുതിലു. മുനാഫിഖീങ്ങൾ പറഞ്ഞു, ആ ആളുകൾ നമ്മെ അനുസരിച്ചിരുന്നുവെങ്കിൽ അവർ കൊല്ലപ്പെടുമായിരുന്നില്ല. ലൗ അതഊന മാ ഖുതിലു. ആ ലൗ എന്നുള്ള പ്രയോഗം അവിടെ അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ എതിർത്തുകൊണ്ട്, അതിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രയോഗമാണ്. അപ്പം അത് ഹറാമാണ്. وذلك لما اعترض المنافقون على تشريع الرسول صلى الله عليه وسلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശരീഅത്തിനെ, ജിഹാദിനെ അവിടെ മുനാഫിഖീങ്ങൾ വെല്ലുവിളിച്ചു, അതിനെതിർത്തു. അതാണ് അവർ പറഞ്ഞത് ഖാലു ലൗ അതഊന. ജിഹാദിന് പോയ ആളുകൾ ഞങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ, മുനാഫിഖീങ്ങളെ അനുസരിച്ചിരുന്നുവെങ്കിൽ മാ ഖുതിലു, അവർ കൊല്ലപ്പെടുമായിരുന്നില്ല. വറജഉ കമാ റജഅന, നമ്മൾ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നതുപോലെ അവരും മടങ്ങിയിരുന്നെങ്കിൽ അവർ കൊല്ലപ്പെടുമായിരുന്നില്ല. فرأينا خير من شرع من شرع محمد وهذا محرم وقد يصل إلى الكفر. അപ്പോൾ അത് ഹറാമാണ്, ചിലപ്പോൾ അത് കുഫറിലേക്കും എത്തും. റസൂലിൻ്റെ ശരീഅത്തിനേക്കാളും നല്ല ശരീഅത്ത് ഞങ്ങളുടെ ശരീഅത്താണ് എന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണെങ്കിൽ അത് കുഫറായിത്തീരും. അപ്പോൾ അതാണ് ഒന്നാമത്തത്, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി ലൗ പ്രയോഗിക്കുക. ലൗ അതഊന മാ ഖുതിലു. രണ്ടാമത്തേത് അസാനി അൻ തസ്തഅമില ഫിൽ ഇഅ്തിറാദ് അലൽ ഖദർ. ഖദറിനെ എതിർക്കാൻ വേണ്ടി ലൗ ഉപയോഗിക്കുക. അള്ളാഹുവിൻ്റെ ഖദറിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ലൗ എന്നുള്ള പ്രയോഗം, അതും ഹറാമാണ്. يا أيها الذين آمنوا لا تكونوا كالذين كفروا وقالوا لإخوانهم إذا ضربوا في الأرض أو كانوا غزا لو كانوا عندنا ما ماتوا وما قتلوا لو كانوا عندنا ما ماتوا وما قتلوا. അത് മുനാഫിഖുകളുടെ സംസാരമാണ്. അവർ നമ്മുടെ അടുക്കൽ ആയിരുന്നുവെങ്കിൽ അവരെ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുമായിരുന്നില്ല. ലൗ അന്നഹും ബഖൗ മാ ഖുതിലു. അല്ലാഹുവിൻ്റെ ഖദറിനെയാണ് അവര് എതിർത്തുന്നത്. അപ്പം അങ്ങനെ അള്ളാഹുവിൻ്റെ ഖദറിനെ എതിർക്കുക എന്നുള്ളത് ഹറാമാണ്. മൂന്നാമത്തത് അൻ തസ്തഅമില ലിന്നദം, അതായത് ഖേദത്തിന്റെ രൂപത്തിൽ, സംഭവിച്ചു പോയ കാര്യത്തിൽ ഖേദം, അല്ലെങ്കിൽ അതിൽ നിരാശ, ആ രൂപത്തിൽ ലോ പ്രയോഗിക്കുക, അത് ഹറാമാണ്. ഏതുപോലെയാണ് വൈൻ അസ്വാബക ശൈഉൻ, നിനക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ ഫലാ തഖുൽ, നീ പറയരുത് ലൗ അന്നി ഫഅൽതു കദാ ലകാന കദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ റിസൾട്ട് ഇങ്ങനെ ആകുമായിരുന്നു എന്ന് നീ പറയരുത്. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ. ലൗ എന്നുള്ള പ്രയോഗം അത് ശൈത്താനിന് അവന്റെ പണി തുറന്നു കൊടുക്കുന്നതാണ്. നാലാമത്തത്
അൻ തസ്തഅമില ഫിൽ ഇഹ്തിജാജ് ബിൽ ഖദർ അൽ മഅസിയ, മഅസിയത്ത് ചെയ്യുന്നതിന് മഅസിയത്ത് ചെയ്യാൻ ഖദറിനെ തെളിവാക്കുക. ആ കാര്യത്തിൽ ലൗ പ്രയോഗിക്കുക. ലൗ എന്നുള്ളത് പ്രയോഗം നടത്തും. ഒരു വ്യക്തി തിന്മ ചെയ്തു, ആ തിന്മ ചെയ്യാൻ അവന് ന്യായീകരിക്കുന്നത് എന്താണ്? അല്ലാഹു തആല അങ്ങനെ ഖദറാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ തിന്മ പ്രവർത്തിച്ചത്. മുശ്രിക്കീങ്ങൾ പറഞ്ഞതുപോലെ ലൗ ഷാ അല്ലാഹു മാ അശ്റക്ന, ലൗ ഷാ അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ശിർക്ക് ചെയ്യുമായിരുന്നില്ല. അവർ ശിർക്ക് ചെയ്തു. ആ ശിർക്ക് എന്ന് പറഞ്ഞ തിന്മ ചെയ്തതിന് അവർ ന്യായീകരിച്ചത് ഖദർ കൊണ്ടാണ്. അല്ലാഹു തആല ഞങ്ങളുടെ മേലെ ഈ ശിർക്ക് ഖദറാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ശിർക്ക് ചെയ്തത്. മാസിയത്തിന്റെ മേലെ അത് ചെയ്യാൻ വേണ്ടി ഖദറിനെ തെളിവാക്കുക, അങ്ങനെ ലൗ പ്രയോഗിക്കുക. ലൗ ഷാ അർ-റഹ്മാനു മാ അബ്ദനാഹു, അർ-റഹ്മാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മൾ അവരെ ആരാധിക്കുമായിരുന്നില്ല. വഹാദാ ബാത്തിൽ. മാസിയത്തിന്റെ കാര്യത്തില് ഖദറിനെ തെളിവാക്കുമ്പോൾ ഉള്ള ഈ ലൗവിന്റെ പ്രയോഗം അത് ഹറാമാണ്. അഞ്ചാമത്തത് അൻ തസ്തഅമില ഫി തമന്നി, അൻ തസ്തഅമില ഫി തമന്നി, ഒരു കാര്യം മോഹിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു കാര്യം മോഹിക്കുന്നു, ആ കാര്യത്തിൽ അയാൾ ലൗ പ്രയോഗിക്കുന്നു. അതിന്റെ ഹുക്മ് ബിഹസബിൽ മുത്തമന്ന, ഏത് കാര്യമാണ് അയാൾ മോഹിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഹുക്മ്. ഖൈറായിട്ടുള്ള കാര്യമാണ് അയാൾ മോഹിക്കുന്നതെങ്കിൽ അത് ഖൈറാണ്, ഷർറായ കാര്യമാണ് അയാൾ മോഹിക്കുന്നതെങ്കിൽ അത് ഷർറാണ്. ഇപ്പൊ 4 ആളുകളുടെ കിസ്സയുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നമദ്ദുനിയ ലി അർബഅത്തി നഫർ, ഈ ദുനിയാവ് 4 ആളുകൾക്കുള്ളതാണ്. അബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വ ഇൽമൻ, അതിലൊരാൾ അല്ലാഹു തആല അവന് ഇൽമും അതുപോലെ സമ്പത്തും നൽകി. ഫഹുവ യത്തഖി ഫീഹി റബ്ബഹ വയസിലു ഫീഹി റഹിമഹ, ആ സമ്പത്ത് കൊണ്ട് അവൻ അല്ലാഹു തആല സൂക്ഷിച്ചു, അതേപോലെ കുടുംബബന്ധം ചേർത്തു. വയഅലമു ലില്ലാഹി ഫീഹി ഹഖൻ, ആ സമ്പത്ത് കൊണ്ട് ഇൽമു കൊണ്ടും അല്ലാഹുവിനോട് ഹക്ക് എന്താണെന്ന് അവനും മനസ്സിലാക്കി, അവന്റെ ഇൽമു കൊണ്ട് അവൻ അതിന്റെ ഹക്ക് നിറവേറ്റി. അല്ലാഹു തആല ഇൽമും അതുപോലെ സമ്പത്ത് നൽകി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിച്ചു. ഫഹാദ ബി അഫ്ദലിൽ മനാസിൽ, അവനാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള ദറജ. അതാണ് ഒരു വിഭാഗം. വഅബ്ദിൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖഹു മാലൻ, രണ്ടാമത്തെ ആള് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇൽമ നൽകി പക്ഷേ സമ്പത്ത് നൽകിയില്ല. ഫഹുവ സാദിഖുൻ നിയ്യ, പക്ഷെ അവൻ നിയ്യത്തിന്റെ കാര്യത്തിൽ സത്യസന്ധനായിരുന്നു. അവൻ പറഞ്ഞു ലൗ അന്ന ലീ മാലൻ, എനിക്ക് സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ ലഅമിൽതു ബിഅമലി ഫുലാൻ, ആദ്യത്തെ ആ വ്യക്തി ചെയ്ത പ്രവൃത്തികൾ അമലുകൾ ഞാനും ചെയ്യുമായിരുന്നു. ലൗ എന്നുള്ള പ്രയോഗം, ലൗ അന്ന ലീ മാലൻ ലഅമിൽതു ബിഅമലി ഫുലാൻ, ആദ്യത്തെ വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചതുപോലെ എനിക്ക് സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ ഞാനും ചെലവഴിക്കുമായിരുന്നു. അതാണ് തമന്നി, മോഹിക്കുക. ആ കാര്യം ഖൈറിന്റെ കാര്യത്തിലാണ് ഒരാൾ മോഹിക്കുന്നതെങ്കിൽ അത് ഖൈറാണ്. ഫഹുവ ബിനിയതിഹി ഫഅജ്റുഹുമാ സവാ, റസൂലുള്ളാഹി പറഞ്ഞു അവന്റെ നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവർ രണ്ടുപേരുടെയും പ്രതിഫലം സമമാണ്. ആദ്യത്തെ വ്യക്തി സമ്പത്തും അതുപോലെ ഇൽമു നൽകപ്പെട്ട വ്യക്തി, രണ്ടാമത്തത് സമ്പത്ത് നൽകപ്പെട്ടില്ല പക്ഷെ ഇൽമു നൽകപ്പെട്ടു, പക്ഷെ അവൻ സ്വാദിഖുൻ നിയ്യ, നിയത്തിന്റെ കാര്യത്തിൽ സത്യസന്ധനായിരുന്നു. അപ്പൊ രണ്ടുപേരുടെയും പ്രതിഫലം ഒരുപോലെയാണ്. മൂന്നാമത്തത് വഅബ്ദിൻ റസഖഹുല്ലാഹു മാലൻ വലം യർസുഖഹു ഇൽമ, മൂന്നാമത്തെ വ്യക്തി അല്ലാഹു തആല അവന് സമ്പത്ത് നൽകി പക്ഷേ ഇൽമു നൽകിയില്ല. ഫഹുവ യഖ്ബിതു ഫി മാലിഹി ബിഗൈരി ഇൽം, ആ വ്യക്തി ഇൽമില്ലാതെ അറിവില്ലാതെ തന്റെ സമ്പത്തിനെ പാഴാക്കി കളഞ്ഞു. ലാ യത്തഖി ഫീഹി റബ്ബഹ, സമ്പത്തിന്റെ കാര്യത്തിൽ അവൻ തന്റെ റബ്ബിനെ സൂക്ഷിച്ചില്ല. വലാ യസിലു ഫീഹി റഹിമ, കുടുംബബന്ധം ചേർത്തില്ല. വലാ യഅലമു ലില്ലാഹി ഫീഹി ഹഖ, അല്ലാഹു തആലക്കുള്ള ഹക്ക് എന്താണെന്ന് അവൻ മനസ്സിലാക്കിയില്ല. ഫഹാദ ബി അഖ്ബതി മനാസിൽ, അപ്പോൾ ഈ ആളുകളുടെ കൂടുതൽ ഏറ്റവും മോശമായ ഖബീസായ ദറജ അയാൾക്കുള്ളതാണ്. നാലാമത്തെ വ്യക്തി വഅബ്ദിൻ ലം യർസുഖുല്ലാഹു മാലൻ വലാ ഇൽമൻ, അല്ലാഹു തആല നാലാമത്തെ വ്യക്തിക്ക് സമ്പത്ത് നൽകിയില്ല, ഇൽമു നൽകിയില്ല. ഫഹുവ യഖൂൽ, അവൻ പറയുകയാണ് ലൗ അന്ന ലീ മാലൻ, എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ലഅമിൽതു ഫീഹി ബിഅമലി ഫുലാൻ, ആ മൂന്നാമത്തെ വ്യക്തി ചെയ്ത പോലെയുള്ള അമലുകൾ ഞാനും ചെയ്യുമായിരുന്നു. അതായത് സമ്പത്ത് പാഴാക്കി കളയുന്ന.
ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ ബിനിയതിഹി വവിസ്റുഹുമാ സവാ. അവന്റെ നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ രണ്ടുപേരുടെയും പാപം ഒരുപോലെയാണ്. മൂന്നാമത്തെയും നാലാമത്തെയും വ്യക്തികൾ അവരുടെ പാപം ഒരുപോലെയാണ്. ഈ നാലാമത്തെ വ്യക്തി പറഞ്ഞതാണെന്ത്? തമന്നി, അതായത് ഷർറിന്റെ കാര്യത്തിൽ മോഹിക്കുക. അപ്പൊ ഷർറാണ് മോഹിക്കുന്നെങ്കിൽ അതിന് ഹുക്കും എന്താണ്? ഷർറാണ്. ഖൈറാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഹുക്കും ഖൈറാണ്. ആറാമത്തത് അത് വ്യക്തമായിട്ടുള്ളൊരു ഖബർ, ഒരു വിവരം അറിയിക്കുന്നതിന് വേണ്ടി ലോ ഉപയോഗിക്കുക. വ്യക്തമായിട്ടുള്ളൊരു വിവരം. ഇപ്പോൾ ഒരാൾ ഇൽമിന്റെ മജ്ലിസിൽ ഹാജരായില്ല, അവൻ ഒരുപാട് ഫായിദകൾ നഷ്ടപ്പെട്ടു. പിന്നെ അവൻ പറയാണ് ലൗ ഹദർതു ദർസ ലസ്തഫത്തു, ഞാൻ ദർസിൽ ഹാജരായിരുന്നുവെങ്കിൽ എനിക്ക് ഉപകാരമെടുക്കാമായിരുന്നു എന്ന് പറയാം. അത് ഒരു ഖബർ മാത്രമാണ്, ഒരു വിവരം നൽകൽ മാത്രമാണ്. അത് ജായിസാണ്, അത്തരത്തിലുള്ളത് ജായിസാണ്. ഇപ്പൊ ലൗവിന്റെ 6 പ്രയോഗങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതില് മുബാഹായത്, ഹലാലായത്, അനുവദിക്കപ്പെട്ടത് ഇഖ്ബാറിന്റെ രൂപത്തിലുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ലൗ ഹദർതു ദർസ് ലസ്തഫത്തു, അപ്പൊ അത് ജായിസാണ്. ഒരു വിവരം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ഒരു കാര്യം സംസാരിക്കലോ ഉപയോഗിച്ചുകൊണ്ട് അത് ജായിസാണ്. അതുപോലെ ത്വാഅത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ തമന്നി, അത് മുസ്തഹബാണ്, ഈ ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ തന്നെ മഅസിയത്തിനാണ് ഒരാൾ മോഹിക്കുന്നതെങ്കിൽ അത് ഹറാമാണ്, അത് ഈ ഹദീസിലുണ്ട്. പിന്നെ അൽ ഇഅ്തിറാദ് അൽ ഖദർ, ഖദറിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ലൗ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഹറാമാണ്, അത് കുഫറിലേക്കും എത്തിപ്പെടാം. وقول الله تعالى يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا. يقولون لو كان من الأمر شيء, കാര്യങ്ങളുടെ തീരുമാനത്തിൽ ഞങ്ങൾക്ക് അതിലൊരു സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ മാ ഖുതിൽനാ ഹാഹുന, നമ്മൾ ഇവിടെ കൊല്ലപ്പെടുമായിരുന്നില്ല, ഇവിടെ വെച്ച് കൊല്ലപ്പെടുമായിരുന്നില്ല. വഖൗലുഹു ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ ഐ മിനൽ ഹദ്ദി വൻ നസീബ് മാ ഖുതിൽനാ ഹാഹുന, കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഞങ്ങൾക്കും ഒരു പങ്കുണ്ടായിരുന്നെങ്കിൽ മുനാഫിഖീങ്ങൾ പറഞ്ഞു നമ്മളിവിടെ കൊല്ലപ്പെടുമായിരുന്നില്ല. വഖൗലുഹു അല്ലദീന ഖാലൂ ലിഇഖ്വാനിഹിം വഖഅദൂ ലൗ അതാഊനാ മാ ഖുതിലു, യുദ്ധത്തിന് പോകാതെ മദീനയിൽ തന്നെ ഇരിക്കുകയും ചെയ്ത ആളുകൾ അവരവരുടെ സഹോദരങ്ങളോട് പറഞ്ഞു ലൗ അതാഊന, നിങ്ങൾ ഞങ്ങളെ അനുസരിച്ചിരുന്നുവെങ്കിൽ മാ ഖുതിലു, അവർ കൊല്ലപ്പെടുമായിരുന്നില്ല. അങ്ങനെ ധാരാളം ആളുകൾ സംസാരം ആ നിലക്കാണ്. ലൗ ഖഅദ ഫുലാൻ, ഒരു വ്യക്തി അവന് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നെങ്കിൽ അവന് ഈ പരിക്ക് സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അപകടമുണ്ടാകില്ലായിരുന്നു. ഇതെല്ലാം ഖദറിനെ എതിർക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഖദറിനോടുള്ള വെല്ലുവിളിയാണ് ഇത്തരത്തിലുള്ള സംസാരം. ചില ആളുകൾ എന്തെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലോ പറയും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ 2ാം ജന്മമാണെന്ന് പറയും. ഒരാൾ വിമാനം കയറാൻ വേണ്ടി പോയി, പക്ഷേ അവസാന നിമിഷം വെച്ച് വിമാനം കയറാൻ പറ്റിയില്ല, നഷ്ടപ്പെട്ടു, ക്യാൻസലായി. പക്ഷെ വിമാനം പോയിട്ട് അപകടത്തിൽപ്പെട്ട ആൾ പറയുന്നത്, അല്ലെങ്കിൽ പത്രക്കാർ ചോദിച്ചാൽ പറയും 2ാം ജന്മമാണ്, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരാൾക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാന്നുള്ളതില്ല, മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുന്നു. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മരണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നത് ചെയ്യും. കുല്ലൗ കുൽതും ഫീ ബുയൂതികും ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മദാജിഇഹിം. അല്ലാഹു തആല പറഞ്ഞു കുല്ലൗ കുൽതും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലായിരുന്നാൽ പോലും ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മദാജിഇഹിം, കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവൻ തങ്ങൾ മരിച്ചു വീഴുന്ന സ്ഥലങ്ങളിലേക്ക് സ്വയം പുറപ്പെട്ടു വരുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് എവിടെയാണോ മരണം ഖദറാക്കിയിട്ടുള്ളത് അവിടേക്ക് അവന്റെ വീട്ടിലാണെങ്കിൽ പോലും അവൻ പുറപ്പെട്ടു ചെല്ലും. ഒരാൾക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 2ാം ജന്മം എന്നുള്ളത് ദുനിയാവിലില്ല. ഒരാൾ മരിച്ചിട്ട് വീണ്ടും ജീവിക്കുക എന്നുള്ളത് ദുനിയാവിലില്ല. അപ്പം അതെല്ലാം അള്ളാഹുവിന്റെ ഖദറിനോടുള്ള വെല്ലുവിളിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറിനെ എതിർക്കലാണ്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിഹിം മുശയ്യദ, കെട്ടി ഉയർത്തിയ കോട്ടകളാണെങ്കിൽ പോലും എവിടെയായിരുന്നാൽ പോലും
തുദ്രിക്കുമുൽ മൗത്ത്, തീർച്ചയായും നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. ഒരാൾക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് സാധിക്കുന്നതല്ല. طيب قال في الصحيح عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال احرص على ما ينفعك واستعن بالله ولا تعجز وإن أصابك شيء فلا تقل لو أني فعلت لكان كذا وكذا ولكن قل قدر الله وما شاء فعل فإن لو تفتح عمل الشيطان. أبو هريرة رضي الله عنه reported الحديث في الصحيح أي في صحيح مسلم. صحيح مسلم له حديثان. قال صلى الله عليه وسلم احرص الحرص المبالغة في طلب الشيء. ഒരു കാര്യം തേടുന്നതിൽ അങ്ങേയറ്റമുള്ള ഉത്സാഹം, അതിനാണ് ഹിർസ് എന്ന് പറയാം. ഒരു കാര്യം തേടുന്നതിൽ അങ്ങേയറ്റ ഉത്സാഹം കാണിക്കുക. ഇപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അലാമ യൻഫഉക. ഏത് കാര്യത്തിലാണ് ഹിർസ് കാണിക്കേണ്ടത്? അലാമ യൻഫഉക, നിനക്ക് ഉപകാരപ്രദമാകുന്ന കാര്യത്തിൽ, ഉപകാരപ്പെടുന്ന കാര്യത്തിലാണ് ഹിർസ് കാണിക്കേണ്ടത്, അത്യുത്സാഹം കാണിക്കേണ്ടത്. വസ്തഈൻ ബില്ലാഹ് വലാ തഅജിസ്, നീ അല്ലാഹുവിനോട് ആ കാര്യത്തിൽ സഹായം തേടുക. വലാ തഅജിസ്, നീ അലസനായി തീരരുത്, ആ കാര്യത്തെ വിട്ടുകളയരുത്. വൈൻ അസ്വാബക ഷൈഉൻ, ഇനി നിനക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ, വിപത്ത് ബാധിച്ചാൽ, ഫലാ തഖുൽ, നീ പറയരുത് ലൗ അന്നി ഫഅൽതു ലകാന കദാ വകദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല, അല്ലെങ്കിൽ ആകുമായിരുന്നു എന്ന് നീ പറയരുത്. ലൗ അന്നി ഫഅൽതു ലകാന കദാ വകദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു. വലാകിൻ ഖുൽ ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, നേരെ മറിച്ച് നീ പറയേണ്ടത് എന്താണ്? ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹു തആല ഖദറാക്കുന്നു, അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നു പ്രവർത്തിക്കുന്നു എന്ന് നീ പറയുക. ഫഇന്ന ലൗ, ആ ലൗ എന്നുള്ള പ്രയോഗം തീർച്ചയായും അത് തഫ്തഹു അമല ശൈത്താൻ, ശൈത്താനിനെ അവന്റെ പണിക്ക് തുറവി കൊടുക്കുന്നതാണ് ലൗ എന്നുള്ള പ്രയോഗം. فقل قدر الله وما شاء فعل. وجاء في لفظ آخر وفي بعض الروايات قدر الله وما شاء فعل ولكن قل قدر الله وما شاء فعل. ഈ രണ്ട് രൂപത്തിലും ഹദീസിൽ വന്നിട്ടുണ്ട്. ഖദ്ദർ അല്ലാഹു വമാ ശാഅ ഫഅൽ അല്ലെങ്കിൽ ഖദറുല്ലാഹ് വമാ ശാഅ ഫഅൽ. ഖദറുല്ലാഹ് എന്ന് പറയുമ്പോൾ മുബ്തദയായിക്കൊണ്ട്, ഖദ്ദറല്ലാഹു ഫിഅൽ ഫാഇൽ, രണ്ടും ജായിസാണ്. വഹദാ യുഹ്സബു മിനൽ അദ്കാർ സ്വഹീഹ ഇൻദൽ മസായിബ്, ഇപ്പോൾ മുസീബത്ത് ബാധിച്ചാൽ ചൊല്ലേണ്ട ദിക്റുകൾപ്പെട്ടതാണ്, സ്വഹീഹായ ദിക്റുകൾപ്പെട്ടതാണ് ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, ഖദറുല്ലാഹു വമാ ശാഅ ഫഅൽ. ഈ ഹദീസിലെ ഷാഹിദായിട്ടുള്ള എന്താണ്? ഇൻ അസാബക ഷൈഉൻ, നിനക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ ലകാന കദാ വകദാ, അങ്ങനെ നീ പറയരുത്, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് നീ പറയരുത്. ലിഅന്ന ഹാദ ഇഅ്തിറാദൻ അലൽ ഖദർ, കാരണം അത് ഖദറിനെ എതിർക്കലാണ്, അല്ലാഹു തആലയുടെ ഖദറിനെ എതിർക്കലാണ്. ഫഹാദിഹി ലൗ തഫ്തഹു അമല ശൈത്താൻ ബിമഅന അന്നഹാ തഫ്തഹ് അമലൻ ലിശൈത്താൻ ഫീ ഖൽബിക്. ഷൈത്താനിന് ആ ലൗ എന്നുള്ള പ്രയോഗം ഷൈത്താന് പണി ചെയ്യാൻ വേണ്ടി ഒരു തുറവി കൊടുക്കലാണ്. അതായത് നിന്റെ കൽബിൽ ഷൈത്താൻ അമൽ ചെയ്യാൻ വേണ്ടി നീ തുറന്നു കൊടുക്കലാണ്. നിന്റെ കൽബിൽ ഷൈത്താന് പണി ചെയ്യാൻ വേണ്ടി നീ അതിനെ തുറന്നു കൊടുക്കലാണ് ലൗ എന്നുള്ള പ്രയോഗം. മിൻ ഇഅ്തിറാദ് അലൽ ഖദർ വന്നദം അലൽ അഫ്ആൽ മാദിയ, കഴിഞ്ഞു പോയ ഒരു കാര്യത്തിൽ എന്താണ് പശ്ചാത്തപിക്കുക, അല്ലെങ്കിൽ അതിൽ സങ്കടപ്പെടുക, ദുഃഖിക്കുക, എന്നിട്ട് ഇങ്ങനെ പറയാ ലൗകാന ഫഅൽതു, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു. لكن قال العلماء في مثل هذا يجوز إذا كان العبد بقى في معصية فيقول لو أني أطعت الله ورسوله لكان كذا وكذا لا بأس لكن بدون اعتراض على القدر. ചില ഉലമാക്കൾ പറയുന്നു, അതായത് ഒരു വ്യക്തി ഒരു മഅസിയത്ത് ചെയ്തു, ഒരു തിന്മയിൽ വീണുപോയി, എന്നിട്ട് അവൻ പറയാണ്, അതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അവൻ പറയുന്നു ലൗ അന്നി അതഅതുല്ലാഹ വറസൂല, ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ തിന്മ ചെയ്യുമായിരുന്നില്ല, ഈ തിന്മയിൽ വീണുപോകുമായിരുന്നില്ല എന്ന് പറയാൻ അത് തെറ്റില്ല. ലാ ബഅസ ബിഹി, അത് ഖദറിലെ വെല്ലുവിളിക്കലല്ല, ഖദറിനെ എതിർത്തുകൊണ്ടല്ല, നേരെ മറിച്ച് ഈ തരത്തിൽ മാത്രം സംസാരിക്കുക എന്നുള്ള ജായിസാണ്.
വസൂൽ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് ما تقولون في رجل أصاب ذنبا وندم على هذا الذنب وتاب منه. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹയോട് ചോദിക്കപ്പെട്ടു, ഒരു വ്യക്തി ഒരു തിന്മ ചെയ്തു, പിന്നെ അവൻ പശ്ചാത്തപിച്ചു, ചെയ്ത തിന്മയിൽ പശ്ചാത്തപിച്ച് തൗബ ചെയ്തു. ഇപ്പൊ വേറൊരാൾ വന്നുകൊണ്ട്, അവന്റെ സഹോദരപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് അവനോട് പറഞ്ഞു, യാ ഫുലാൻ കൈഫ യഖ മിൻക ഹാദ ശൈ, ഈ ഒരു തിന്മ നിന്നിൽ നിന്ന് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അവനോട് ചോദിച്ചു. ഫഖാല ഹാദാ ഖദാഉല്ലാഹി വഖദറു, അവൻ പറഞ്ഞു അത് അല്ലാഹുവിന്റെ ഖദാവും ഖദറുമാണ്. ഇങ്ങനെ ഈ തരത്തിലുള്ള സംസാരം അത് സ്വഹീഹാണോ? അവിടെ ഖദാഇനെയും ഖദറിനെയും അവിടെ അവൻ ചെയ്ത തിന്മക്ക് ന്യായമായി കൊണ്ട് പറയൽ സ്വഹീഹാണോ? ഖാല നഅം സ്വഹീഹ് യസിഹ്, അത് സ്വഹീഹാണ്, ആ സംസാരം സ്വഹീഹാണ്. ലിഅന്ന ഹാദാ ഖദാഉല്ലാഹി വഖദറു, അല്ലാഹുവിന്റെ ഖദായിലും ഖദറിലും പെട്ടതാണ് അവൻ തിന്മ ചെയ്തു എന്നുള്ളത്. പക്ഷെ എങ്ങനെയാണ് സ്വഹീഹായി തീരുന്നത്? ലിഅന്നഹു താബ, അവൻ തൗബ ചെയ്തു. തൗബ ചെയ്തുകൊണ്ട് സ്വഹീഹാണ്. തൗബ ചെയ്യാതെ ഒരാൾ ചെയ്ത തിന്മയുടെ പേരിൽ അത് അല്ലാഹു തആല എന്റെ മേലെ ഖദറാക്കിയതാണെന്ന് ന്യായം പറയൽ എന്തല്ല, ജായിസല്ല. നേരെ മറിച്ച് അവൻ ആ കാര്യത്തിൽ തൗബ ചെയ്തു കഴിഞ്ഞാൽ അവന് പറയാം ഖദറല്ലാഹു വമാ ശാഅ ഫഅല, ഖദറുല്ലാഹി വമാ ശാഅ ഫഅല. അങ്ങനെയാണെങ്കിൽ അത് സ്വഹീഹാണ്. അവിടെ അവന്റെ ഖദറിന് എന്തില്ല, ആ കാര്യത്തിൽ ന്യായീകരിക്കുന്നില്ല. ഖദർ കൊണ്ടാണ് താൻ തിന്മ ചെയ്തതെന്ന് അവന് തിന്മയെ ന്യായീകരിക്കുന്നില്ല. ഫഹുവ ലം യഹ്തജ് ബിൽ ഖദർ ലിയംദി ഫീ മഅസിയതി ലാകിൻ നദിമ വമുതഅസ്സിഫ്. കാരണം അവൻ ആ കാര്യത്തിൽ എന്താണ്, ചെയ്ത പാപത്തിൽ പശ്ചാത്തപിക്കുകയും അതിൽ തൗബ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ്. ആ നിലക്ക് അവന് പറയാം ഹാദാ ഖദാഉല്ലാഹി വഖദറു, ഇത് അല്ലാഹുവിന്റെ ഖദറിലും ഖദറിലും പെട്ടതാണ്. നേരെ മറിച്ച് തൗബ ചെയ്യാതെ ചെയ്ത തിന്മയെ ന്യായീകരിക്കാൻ വേണ്ടി ഖദറിനെ തെളിവാക്കുക എന്നുള്ളത് ബാത്തിലാണ്. തയ്യിബില്ലാഹു സുബ്ഹാനക ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ്